എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് സ്കന്ധം 4 അധ്യായം 29 56-ാമത്തെ ശ്ലോകം മുതലാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമ. ഓം സരസ്വതീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വര്യേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. രാജോവാച ശ്രുതമന്വേഷിതം ബ്രഹ്മൻ ഭഗവാൻ യദഭാഷതാം നൈതജ്ജാനന്ത്യുപാധ്യായ കിം ന ബ്രൂയുർവിദുര്യതി സംശയോത്ര തുമേ വിപ്രാ സംഛിന്നസ്തൽകൃതോ മഹാൻ ഋഷയോഭിഃ മുഹ്യന്തി യത്ര നേന്ദ്രിയവൃത്തയാം കർമാണ്യാരഭതേയേന പുമാനിഹ വിഹായതം അമൂത്രാന്യേന ദേഹേന ജുഷ്ടാനി സയദശ്നുതേ ഇതി വേദവിദാം വാദാം ശ്രൂയതേ തത്ര തത്ര കാം കർമ്മ യത് പ്രോക്തം പരോക്ഷം ന പ്രകാശതേ. നാരദോവാച യേനൈവാരഭതേ കർമ്മ തേനൈവാമുത്ര തത്പുമാൻ ഭുക്തേഹ്യവദേ അവദാനേന ലിംഗേന മനസാ സ്വയം ശയാനമിമുത്സൃജ്യ ശ്വസന്തം പുരുഷോ യഥാം കർമാത്മന്യാഹിതം ഭുക്തേ താദൃശേനേതരേണ വാം മമൈതേ മനസാം യദ്യ അസാവഹമിതി ബ്രുവൻ ഗൃഹ്ണീയാത്തത് പുമാൻ രാധം കർമ്മയേന പുനർഭവഃ യദാനുമീയതേ ചിത്തം ഉഭൈരൈരിന്ദ്രിയേ ഹിതേ ഏവം പ്രാഗ്ദേഹജം കർമ്മ ലക്ഷ്യതേ ചിത്തവൃത്തിഭിः ജ്ഞാനുഭൂതം ക്വചാനേന ദേഹേന ദൃഷ്ടമശ്രുതം കഥാചിദുപലഭ്യേത യദ്രൂപം യാദൃഗാത്മനി തേനാസ്യത്താദൃശം രാജം ലിംഗിനോ ദേഹസംഭവം ശ്രദ്ധൽ സ്വാനാനുഭൂതോऽർത്ഥോ ന മനഃസ്പൃഷ്ടുമർഹതി മന ഏവ മനുഷ്യസ്യ പൂർവരൂപാണി ശംസതി ഭവിഷ്യതശ്ച ഭദ്രം ദേ തദൈവ ന ഭവിഷ്യത അദൃഷ്ടമശ്രുതം ചാത്ര ക്വചിന്മനസി ദൃശ്യതേ യഥാ തദാനുമന്തവ്യം ദേശകാലക്രിയാശ്രയം സർവേ ക്രമാനുരോധേന മനസ്സീന്ദ്രിയഗോചരാകാം ആയാന്തി വർഗശോ യാന്തി സർവേ സമനജോസജനാം സത്വൈകനിഷ്ഠേ മനസി ഭഗവത് പാർശ്വവർത്തിനി തമശ്ചന്ദ്രമസി വേദമുപരാജ്യാവഭാസതേ നാഹം മമേതി ഭാവോയം പുരുഷവ്യവദീയതേ യാവത് ബുദ്ധിമനോക്ഷാർത്ഥ ഗുണവ്യൂഹോ ഹ്യനാദിമാൻ സുപ്തിമൂർച്ഛയോ തദാവേശോ പ്രാണായന വിഘാതദഹാം നേഹദേഹമിതി ജ്ഞാനം മൃത്യുപ്രജ്വാരയോരഭി ഗർഭേ ബാല്യോഭ്യപൗഷ്കല്യാദേകാദശവിധം ദദാം ലിംഗം ന ദൃശ്യതേ യൂന കുഹ്വാം ചന്ദ്രമസോ യദാം അർത്ഥേഹ്യ വിദ്യമാനേഭി സംസ്മൃതിന്ന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേ അനർത്ഥാഗമോ യദാം ഏവം പഞ്ചവിധം ലിംഗാം ത്രിവിധ് ഷോഡശ വിസ്തൃതം യേഷ ചേതനയാ യുക്തോ ജീവ ഇത്യഭിധീയതേ അനേന പുരുഷോ ദേഹ നുപാദത്തെ വിമുഞ്ചതി ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ചാനേന വിന്ദതി യഥാ തൃണജലൂഗേയം നാഭയത്യഭയാതിജാം ന ത്യജേ മ്രിയമാണോഭി പ്രാഗ്ദേഹാഭിമതിം ജനഃ യാവദന്യം ന വിന്ദേത വ്യവധാനേന കർമ്മണാം മന ഏവ മനുഷ്യേന്ദ്ര ഭൂതാനാം ഭാവനം യഥാക്ഷൈശ്ചരിതാൻ ധ്യായാൻ കർമാണ്യാജിനുദേ സകൃത് സതി കർമ്മണ്യ വിദ്യായാം ബന്ധകർമ്മണ്യനാത്മനഃ അധസ്തദപവാദാർത്ഥം ഭജ സർവാത്മനാ ഹരിം പശ്യം സ്തദാത്മകം വിശ്വം സ്ഥിത്യുൽപത്യാഭ്യയാം യഥാ മൈത്രേയോവാച ഭാഗവതമുഖ്യോ ഭഗവൻ നാരദോ ഹംസയോർഗതിം പ്രദർശ്യഹ്യമുമാ മന്ത്ര്യ സിദ്ധലോകം തദോഗമത് പ്രാചീനബർഹീം രാജർഷി പ്രജാ സർഗാഭിരക്ഷണേ ആദിശ്യപുത്രാനഗമത്തപസേ കപിലാശ്രമം തത്രൈകാഗ്രമനാം വീരോ ഗോവിന്ദചരണാംബുജം വിമുക്തസംഗോനുഭജൻ ഭക്ത്യാ തത്സാമ്യതാമഗാത്
ഏതദ്ധ്യാത്മപാരോക്ഷ്യം ഗീതം ദേവർഷിനാനഗാം യശ്രാവയേദ്യ ശൃണുയാൻ സ്ലിംഗേന വിമുച്യതേ ഏതന്മുകുന്ദ യശസാം ഭുവനം പുനാനാം ദേവർഷിവര്യമുഖനീം ശ്രുതമാത്മശൗചം യകീർത്തിമാനമധിഗച്ഛതി പയാരമേഷ്ട്യം നാസ്മിൻ ഭവേ ഭ്രമതി മുക്ത സമസ്തബന്ധഃ അധ്യാത്മപാരോക്ഷ്യമിദം മയാധിഗതമത്ഭുതം ഏവം ശ്രീയാശ്രമപുംസജിന്നോമുത്രജ സംശയഃ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമംസ്യ സംഹിതായാം ചതുർത്ഥസ്കന്ധേ വിദുരമൈത്രേയ സംവാദേ പ്രാചീനബർഹിർനാരദ സംവാദോ നാമ ഏകോനത്രിംശതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ നമുക്ക് ഇനി വായിച്ചതിൻ്റെ അർത്ഥം നോക്കാം. ഇത് നമ്മൾ എവിടെയാണ് നിർത്തിയത്? പ്രാചീന ബർഹിസിന് പുരഞ്ജനോപാഖ്യാനം പറഞ്ഞു കൊടുത്തു നാരദ മഹർഷി. എന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ശരീരമാണ്, ക്ഷേത്രമാണെന്ന് പറഞ്ഞു കൊടുത്തു, ആത്മാവാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഒരു പ്രാചീന ബർഹിസ് നാരദ മഹർഷിയെ ഗുരുവാക്കി സ്വീകരിച്ചുകൊണ്ട് കപിലാശ്രമത്തിൽ പോയി സാധന ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതായത് നമ്മൾക്ക് ഈ സാധന ചെയ്യാൻ ഇപ്പം അദ്ദേഹം പോണു, കുറേ സമയം എടുക്കും ഇതിന്. ഈ സാധനകളൊക്കെ ചെയ്ത് മരണഭയം മാറിക്കിട്ടണം എന്നല്ലോ പറയുന്നത്. നരകത്തിൽ പോകുമോ അങ്ങനെയൊക്കെയല്ലേ അദ്ദേഹം ചോദിക്കുന്നത്. പ്രാചീന ബർഹിസ് എന്താ ചോദിച്ചത്? നാരദ മഹർഷിയോട് എനിക്ക് മരണസമയം മരിച്ചാൽ ഞാൻ നരകത്ത് പോകുമോ? ഞാൻ കുറേ മൃഗങ്ങളെയൊക്കെ കൊന്നുണ്ട്, അപ്പോൾ അവരൊക്കെ എന്നെ ഉപദ്രവിക്കുമോ? അപ്പം നരകഭയം, അതാണ് നമ്മൾക്ക് മരണഭയം പോലെ തന്നെ നരകഭയവും വരും. ഇതൊക്കെ മനസ്സിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പം മരണശേഷം മനസ്സാണ് പുനർജനിക്കുന്നത്. മനസ്സാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം, ശരീരമല്ല എന്ന് പറഞ്ഞു. മനസ്സിലാണ്. നമ്മളൊരു സ്വപ്നം കണ്ടത് എങ്ങനെയാണ്? നമ്മളൊരു കൊക്കയിലേക്ക് വീഴുന്നതായിട്ടൊക്കെ ചിലപ്പോൾ സ്വപ്നം കാണും അല്ലേ? കണ്ണുമിഴിച്ച് നോക്കിയാൽ നമ്മൾ നന്നായിരിക്കുന്നുണ്ടാവും. അപ്പം അതുപോലെയാണ്. അപ്പം ആ കൊക്കയിലേക്ക് നമ്മൾ വീണിട്ടില്ല. അതുപോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ ശരീരത്തിനൊന്നും അല്ല സംഭവിക്കുന്നത്, മനസ്സിനാണ്. എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാണ്. സുഖം, ദുഃഖം, എല്ലാ കാര്യങ്ങളും നടക്കുന്നത് മനസ്സിലാണ്. അപ്പോൾ പ്രാചീന ബർഹിസ് ആദ്യം ചോദിച്ചുവല്ലോ, ശരീരം ഇവിടെ നമ്മൾ മരിച്ചു പോയാൽ ശരീരം നമ്മൾ കത്തിച്ചു കളഞ്ഞു, കൊണ്ടുപോകണില്ല, പിന്നെ എങ്ങനെയാണ് നരകം വരിക? പിന്നെ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് പിന്നെ നരകം അനുഭവിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് നമ്മൾ പുനർജനിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അല്ലേ? അപ്പം അതിനെന്താ പറഞ്ഞു കൊടുത്തത്? ശരീരമല്ല, ശരീരം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ? ശരീരം ക്ഷേത്രമാണ്, അതിൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ഈശ്വരനാണെന്ന് പറഞ്ഞു കൊടുത്തു. അതൊരു വീട് പോലെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ വീട് വിട്ടുപോയാലും നമ്മൾക്ക് നമ്മുടെ മനസ്സ് മാറുമോ? ഇല്ല. നമ്മൾക്ക് ദുഃഖങ്ങൾ മാറണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീടിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരു വീട്ടിൽ പോയി താമസിച്ചു എന്ന് വിചാരിക്കൂ. അപ്പം നമ്മുടെ ദുഃഖങ്ങൾ മാറുന്നുണ്ടോ? ഈ നാട് വിട്ടിട്ട് നമ്മൾ വേറൊരു നാട്ടിൽ പോയി താമസിച്ചു എന്ന് തന്നെ വിചാരിക്കുക. നമ്മളുടെ ദുഃഖങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മുടെ ശരീരവും അതുപോലെ. നമ്മുടെ ഈ ശരീരം ഉപേക്ഷിച്ചാലും നമ്മളുടെ ദുഃഖങ്ങൾക്ക് മാറ്റം വരില്ല. അത് വീണ്ടും ഒരു ശരീരം എടുത്തുകൊണ്ട്, അതായത് ഈ പുല്ലിൽ ചാടിപ്പോണ അട്ട എങ്ങനെയാണ്? അട്ട ഇങ്ങനെ ഒരു പുല്ലിൽ നിന്ന് മറ്റൊരു പുല്ലിലേക്ക് പിടുത്തം കിട്ടിയിട്ട് എത്ര മറ്റേ പുല്ലിൽ നിന്ന് വിടുള്ളൂ. അങ്ങനെയാണ്. അതാണ് നമ്മൾ ഈ മരിച്ചു പോയി കഴിഞ്ഞാൽ മനസ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ അതുകൊണ്ടാണ് ഈ പുലിയൊക്കെ ആചരിക്കുമ്പോൾ പുലിയെ ആചരിക്കുന്നതും അവരുടെ മനസ്സിന് മോക്ഷം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്രിയകളൊക്കെ ചെയ്യുന്നത്. പല ക്രിയകളും അതുപോലെ കാശിയിലൊക്കെ പോയി നമ്മൾ ക്രിയകളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്ക് മോക്ഷം കിട്ടാൻ. പക്ഷേ അങ്ങനെ മോക്ഷം കിട്ടില്ല. നമ്മൾക്ക് വേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. ഒരു ശരീരമുണ്ടെങ്കിലേ മോക്ഷം കിട്ടുള്ളൂ. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സാധനകൾ ചെയ്യാതിരിക്കുന്ന ഒരാൾക്ക് മനസ്സാണ് ഈ അട്ടയെപ്പോലെ. അതായത് മനസ്സ് എന്ത് ചെയ്യും? ഈ ശരീരം വിട്ട് പോയി കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും അത് ഭഗവാനിൽ ചേരില്ല. കാരണം ആ മനസ്സ് അവിടെ നിൽക്കുകയാണ്. ആത്മാവ് എന്ന് പറയുന്നത് ഈശ്വരനാണ്, അത് ഈശ്വരനിലേക്ക് ചേരുന്നു. ശരീരം നമ്മൾ ദഹിപ്പിക്കുന്നു, ആത്മാവ് ഭഗവാനിലേക്ക് ലയിക്കുന്നു. ഈ മനസ്സ് ഇടയിലുണ്ട്. ആ മനസ്സിനെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, അതിൽ ആഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, അത് ആ മനസ്സ് എങ്ങനെ പോകും? ജ്ഞാനത്തിലൂടെ മാത്രമേ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുള്ളൂ. ജ്ഞാനം അല്ലെങ്കിൽ അറിവ് കിട്ടണം. എന്താണ് ഈ അറിവ്? അതായത് നമ്മളിപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മെഡിറ്റേഷനൊക്കെ ചെയ്താൽ മാത്രം പോരാ.
യോഗ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ, ഓം ധ്യാനം ചെയ്യണമെന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഇതിലേക്ക് ശ്രദ്ധ വരുന്നു. നമ്മുടെ വായുവിന്റെ പ്രവർത്തനങ്ങള്, ബുദ്ധി, ഇതെല്ലാം. അതായത് ഈ മനസ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള്. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. 5 കുതിരകളെ നിയന്ത്രിക്കുകയാണ് ഭഗവാൻ അല്ലെ, ഒരുമിച്ച്. അതാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും. പഞ്ചേന്ദ്രിയങ്ങള്, പിന്നെ പഞ്ചരസങ്ങള്. ഇപ്പൊ കണ്ണിൽ കൂടെ കാണുന്നു, നാവിൽ കൂടെ രുചിക്കുന്നു. നമ്മൾക്ക് നാവിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങള് അത് നമുക്ക് കഴിച്ചുകൊണ്ടേയിരിക്കണം. ചിലർ ഇപ്പം പറയും എന്തെങ്കിലും അസുഖമാണ്, ഷുഗർ ആണെന്ന് പറഞ്ഞാൽ അത് വേണ്ട വെക്കണം, ഇത് വേണ്ട വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അതിനൊക്കെയുള്ള കൺട്രോളാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. അപ്പൊ ആ നാവിനെ നിയന്ത്രിക്കണം, അത് നമ്മൾ കഴിക്കരുത്. കുറെ കാലമൊക്കെ എല്ലാം സുഖങ്ങളൊക്കെ അനുഭവിച്ചില്ലേ, ഇനിയെങ്കിലും അത് മാറണം എന്ന്. അപ്പൊ അതാണ് ധ്യാനത്തിലൂടെയും യോഗയിലൂടെയും അതുപോലെ തപസ് എന്ന് പറയുന്ന അതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ നാവിനെ നിയന്ത്രിക്കാൻ, കണ്ണിനെ നിയന്ത്രിക്കാൻ, ആ കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണ് പോകാതിരിക്കാൻ, അങ്ങനെ എല്ലാം നിയന്ത്രിച്ച് മനസ്സ് നിയന്ത്രിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്നാലേ നമുക്കിതൊക്കെ പഠിയുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാവുള്ളൂ. നമ്മൾ ഇപ്പൊ പ്രാചീന വർഗീസിനെ എത്ര കഥ പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവണില്ല. അതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ സാധനകൾ ചെയ്യണം അതിനു വേണ്ടി. അപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒന്നും മനസ്സിലാവണില്ല നാരദ മഹർഷിയെ, ഞാൻ എന്ത് ചെയ്യണം? അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ കപിലാശ്രമത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ കപിലാശ്രമത്തിൽ പോയി എന്ത് ചെയ്തു? കുറേ ധ്യാനങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ധ്യാനം ചെയ്ത് അവിടെ കപിലമുനിയിൽ നിന്ന് ഇതൊക്കെ കേട്ടു. എന്തൊക്കെ കേട്ടു? എന്താണ് സാഖ്യശാസ്ത്രം, എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ അതൊക്കെ മനസ്സിലായാൽ, ഭാഗവതം മനസ്സിലാവണ്ടേ, നമ്മുടെ തലയിലേക്ക് കയറണ്ടേ? അതിനാണ് നമുക്ക് എന്ത് വേണം? ആ ഒരു ധ്യാനാവസ്ഥ, അല്ലെങ്കിൽ നമ്മൾക്ക് ആ കാമക്രോധ ലോപമോഹാദികളിൽ നിന്ന് വിട്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം. അതിന് നമ്മളിങ്ങനെ ലിംഗേന മനസ്സാ സ്വയം, ലിംഗ മനസ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ലിംഗ ശരീരം എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ നമ്മുടെ സൂക്ഷ്മ ശരീരമാണ് മനസ്സ്. നമ്മുടെ ശരീരം, സ്ഥൂല ശരീരം നമ്മൾ കാണുന്നത്, അത് മരണത്തിൽ നമ്മൾ എന്ത് ചെയ്യണോ, അത് മരണശേഷം പ്രകൃതിയിൽ ലയിച്ചു പോകുന്നു അല്ലേ. കത്തിച്ചാലും നമ്മൾ കുഴിച്ചിട്ടാലും അത് പ്രകൃതിയിൽ ലയിച്ചു പോകും. പിന്നെ നമ്മുടെ ആത്മാവാണ്, അത് ഈശ്വരനിൽ ലയിക്കുന്നു. പിന്നെ ഉള്ളത് ലിംഗ ശരീരമാണ്. ആ ലിംഗ ശരീരത്തെ നമ്മൾ മനസ്സുമായിട്ട്, ജീവാത്മാവിനെയുമായി, പരമാത്മാവുമായി നമ്മൾ യോജിപ്പിച്ചില്ലെങ്കിൽ ആ ലിംഗ ശരീരമാണ് പുനർജനിക്കുന്നത്. അപ്പൊ ആരാണ് പുനർജനിക്കുന്നത്? മനസ്സ്. അപ്പൊ ഇത് പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചരസങ്ങള്, പഞ്ചകർമ്മേന്ദ്രിയങ്ങള്, 15, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അപ്പൊ 19. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് പുനർജനിക്കുന്നത്. അപ്പൊ ഇതിൽ ഓരോന്നിനെ അടക്കലാണ്. ഇപ്പൊ 18 പടികൾ പറയില്ലേ ശബരിമലയില്, നമ്മൾ 18 വർഷം പോണെന്ന് പറയുമ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളെ അടക്കലാണ്. ഓരോ പടി ചവിട്ടുമ്പോഴും നമ്മൾ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും നമ്മൾ അടക്കി, അങ്ങനെയാണ് നമുക്ക് മോക്ഷം കിട്ടുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ 18 കൊല്ലം ശബരിമലയ്ക്ക് പോയാൽ എങ്ങനെ പോകണം? വെറുതെ പോയിട്ട് കാര്യമില്ല. വെറുതെ ഇന്ന് മാലയിട്ടു പോയി വന്നു, നമ്മൾ ഗുരുവായൂർ പോണ പോലെയൊക്കെ അങ്ങനെ പോയിട്ട് വന്നിട്ടൊന്നും കാര്യമില്ല. ഗുരുവായൂർക്ക് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, വെറുതെ പോയി ദർശനം കഴിച്ചിട്ട് കാര്യമില്ല. നമ്മളവിടെ നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യണം, നാമം ജപിക്കണം, ലൈനിൽ നിൽക്കുമ്പോൾ ഒക്കെ നാമം ജപിക്കണം. അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതുമാതിരി നമ്മൾ അതൊക്കെ ചെയ്താലേ നമ്മുടെ മനസ്സാണ് പുനർജനിക്കുന്നത്. ആ മനസ്സിനെ പുനർജനിക്കാതെ ആക്കണമെങ്കിൽ ആ മനസ്സിനെ നമ്മൾ എന്താക്കണം? ആ മനസ്സിനെ നമ്മൾ ആഗ്രഹങ്ങളില്ലാത്ത ആ നിശ്ചലാവസ്ഥ, പൂരകം, രേചകം, കുംഭകം എന്ന് പറഞ്ഞ് നമ്മൾ ഓം ചെയ്യില്ലേ. അപ്പോൾ ഓം ചെയ്ത് മുകളിലേക്ക് നമ്മൾ ശ്വാസം എടുത്ത് പിന്നെ മെല്ലെ താഴേക്ക് കൊണ്ടുവന്ന് പിന്നെ ഒരു നിശ്ചലാവസ്ഥയിലാക്കും. അതാണ് അവിടെ ഒന്നും ചിന്തകളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തണം. അതായത് കുട്ടികളെക്കുറിച്ചോ പേരക്കുട്ടികളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അങ്ങനെയുള്ള യാതൊരു ചിന്തകളും നമ്മളിലേക്ക് വരാതിരിക്കണം. അതുപോലെ നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് കർമ്മം ചെയ്യാനുള്ള ആ ഒരു മനസ്സ് വരണം. മറ്റുള്ളവരെ, അതായത് കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൽ മാത്രം ശ്രദ്ധ, താൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഇല്ലാതെ കർമ്മം ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെയുള്ള ഓരോ ഗുണങ്ങൾ നമുക്ക് കിട്ടണം. അങ്ങനെ എല്ലാം കിട്ടി നമ്മുടെ മനസ്സ് ശാന്തമായാലേ നമുക്ക് ധൈര്യം, അതുപോലെ തന്നെ മരണഭയം ഇല്ലാണ്ടാവുക, അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുള്ളൂ. പുനർജന്മ ഇല്ലാണ്ടാവുക, അതിനൊക്കെ നമ്മൾ അങ്ങനെ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അപ്പൊ അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? അനേന പുരുഷോദേഹാൻ ഉപാദത്തെ വിമുഞ്ചതി, ഹർഷം ശോകം ഭയം ദുഃഖം സുഖം ചാനേന വിന്ദതി. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത
ശോകം, ഭയം, ദുഃഖം ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പ്രാചീന ബർഹിസ് പോയി അങ്ങനെ എല്ലാം നോക്കി, അങ്ങനെ ലിംഗശരീര ബന്ധം, അതായത് മനസ്സിനെ ഭഗവാനിൽ ചേർത്തു. അങ്ങനെ അറിവ് കിട്ടി, ഞാൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഈശ്വരനാണെന്നുള്ള അറിവ്. ഏതൊന്നറിഞ്ഞാൽ പിന്നൊന്നും അറിയേണ്ടതോ ഇല്ലയോ എന്ന് ഭഗവാൻ ഭഗവത്ഗീത പറയുന്ന അറിവ്. ആ അറിവ് പ്രാചീന ബർഹിസിന് ലഭിക്കുകയും അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയും പിന്നെ പുനർജന്മം. അദ്ദേഹം അപ്പം നോക്കൂ, ആ ചെയ്ത പാപങ്ങൾ പോലും നമ്മൾ എന്തെങ്കിലും അറിയാതെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഭഗവാൻ അവസാന കാലത്തെങ്കിലും നമ്മൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആ പാപത്തു നിന്നൊക്കെ നമുക്ക് മോചനം നേടാം, പിന്നെ നമുക്ക് പുനർജന്മം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പം നോക്കൂ, എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ. അങ്ങനെ ഒരിക്കലെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇത് വായിക്കുന്നവർക്കും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ശൃണിയാൻ ശ്രാവയേദ്യ ശൃണിയാൽ സ ലിംഗേന വിമുച്യതേ. ഈ പുരഞ്ജനോപാഖ്യാനം നിത്യേന ആരാണോ വായിക്കുകയും കേൾക്കുകയും കേൾപ്പിക്കുകയും, കേൾക്കാം, നമുക്ക് പ്രഭാഷണങ്ങളൊക്കെ ഇത് കേൾക്കാം, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നവർക്ക് എന്താണ്? ലിംഗേന, ആ മനസ്സിൻ്റെ ആ പുനർജനിക്കുന്ന ആ മനസ്സിൽ നിന്ന് മോചനം കിട്ടും. അങ്ങനെ അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും കീർത്തി ഇങ്ങനെയെല്ലാം നമുക്ക് കിട്ടും എന്ന് ആര് പറയുന്നത്? 83-84 ശ്ലോകങ്ങളിൽ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഏതൻ മുകുന്ദ യഹസാ ഭുവനം പുരാനാം ദേവർഷി വര്യമുഖനീം ശ്രിതമാത്മ ശൗചം യ കീർത്തി മാനമതി ഗച്ഛതി പരം. നല്ല കീർത്തിമാനും യശസ്സുള്ള, അങ്ങനെ എല്ലാം വർദ്ധിച്ച് എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടി അവനായി മാറും. അതുപോലെ നമ്മൾ ഈ ജന്മത്തിൽ മോക്ഷവും നമുക്ക് ലഭിക്കുന്നു, പുനർജന്മം ഇല്ലാതാവുകയും ചെയ്യും. അങ്ങനെ പുരഞ്ജനോപാഖ്യാനം ഈ അധ്യായത്തോടു കൂടി ഇവിടെ കഴിയാണ്. എല്ലാവർക്കും